ഹായ് സുന്ദരീസ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഷൂട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകണില്ല എന്ന് പകരം ഹോം വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഒരു 25 to 30 മിനിറ്റ്സിൽ വർക്കൗട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേ ഞാൻ റെഡി ആയിട്ട് പുള്ള് പാടത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. തൃശ്ശൂർക്കാരെല്ലാവരും വന്നിട്ടുണ്ടാവും. രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ജുവാര്യരുടെ വീടും ഇവിടെ തന്നെയാണ്. അപ്പോൾ മുടി വെട്ടിയതിന് ശേഷം ആദ്യത്തെ ഷൂട്ടാണ് കേട്ടോ. എനിക്ക് ഇത്തിരി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ മുടി വെച്ചിട്ട്. നമുക്ക് നീളമുള്ള മുടിയാണെങ്കിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും കെട്ടാമല്ലോ. ഷോർട്ട് ഹെയർ ആയിട്ട് ഞാൻ അത്ര യൂസ് ടു ആയിട്ടില്ല. എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇടയിൽ വെച്ചിട്ട് ഒരു പഴം കഴിച്ചു, പൈനാപ്പിൾ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ലൈറ്റായിട്ട് ബിരിയാണി കഴിച്ചു. എന്നുവെച്ചാൽ മെയിനായിട്ട് ചിക്കനാണ് കേട്ടോ കഴിച്ചത്. റൈസ് ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഫോക്സ് ടെയിലിൻ്റെ ഫേസ് വാഷാണ്. പക്ഷേ നമുക്കത് മാസ്ക് ആയിട്ട് ഇടാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഞാനൊരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതായത് പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ. എഡിറ്റ് ചെയ്തതിന് ശേഷം റെഡി ആയിട്ട് നമ്മളിപ്പോൾ പാലക്കാടാണ് കേട്ടോ പോണത്. അപ്പോൾ 2 ദിവസം പാലക്കാട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇമ്മക്കുട്ടി അവിടെയാണ് താനും. അപ്പോൾ 2 ദിവസം ഇമ്മു പോയിട്ട് വിഷു പ്രമാണിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ പാലക്കാട് ഉണ്ടല്ലോ, ഈ രാത്രി സമയത്ത് കുറേ ഇങ്ങനെ കൊക്ക് പറക്കുന്നതാണ്. വവ്വാൽ ഞാൻ പിന്നെയും കണ്ടിട്ട് കേട്ടോ. രാത്രി സമയത്ത് ഞാൻ കൊക്കിനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് നോക്കി നിന്നതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാനും അമ്മയും കൂടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് നിമയുടെ കുറേ കളിപ്പാട്ടം പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കണം, അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നതാണ്. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ നല്ല പേടിയാണ് താനും. എനിക്ക് ശബ്ദമുള്ളത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പടക്കമൊന്നും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശബ്ദമുള്ള ഭാഗത്തേക്ക് ഞാൻ പോയതേ ഇല്ല. ഞാൻ അവിടെ മൂലക്കിരുന്നു.